ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണാർത്ഥം തയ്യാറാക്കി വയ്ക്കാവുന്ന നല്ലൊരു ഉലുവ വിളയിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ വീതം ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇതുകൊണ്ട് തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം. എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ ആ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 100 ഗ്രാം ഉലുവ 8 മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടിക്കട്ടിയുള്ള ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ 200 ml വെള്ളവും കൂടി ഒഴിച്ച ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഈ ഉലുവ വേവിച്ചെടുക്കാം. ഉലുവ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നതിനേക്കാൾ ഉപരി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് ചേർന്ന് പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉലുവ വെന്ത് വരുമ്പോഴേക്കും വറ്റാൻ പാകത്തിന് വേണം നമുക്കിവിടെ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇവിടെ ഉലുവ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 300 ഗ്രാം ശർക്കര 100 ml വെള്ളത്തിൽ നല്ലതുപോലെ പാനി കാച്ചി അരിച്ചെടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ അളവ് മാത്രം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 50 ഗ്രാം അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ നമ്മൾ കറക്റ്റ് പാകത്തിനാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിലേക്കായിട്ട് ഒരു 2-3 നുള്ള് ഉപ്പ് കൂടി ചേർത്തിളക്കാം. ശർക്കരപ്പാനിയിലെ ആ ഒരു വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റി ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉലുവയെക്കുറിച്ചും അത് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഈ ഉലുവ വിളയിച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ അവൽ വിളയിച്ചതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല ഉലുവ വിളയിച്ചത്. കാരണം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും ഇതൊരൽപ്പം കയ്പോട് കൂടിയതാണ്. അതുകൊണ്ട് ദിവസവും 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിയപ്പോഴേക്കും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ശർക്കരപ്പാനി പെട്ടെന്ന് കുറുകി അതിൻ്റെ ആ ഒരു പരുവം തന്നെ തെറ്റിപ്പോവും. ഇവിടെ ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി നല്ലതുപോലെ ഈ കാണുന്നത് പോലെ നന്നായിട്ട് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും അതുപോലെ 3/4 ടീസ്പൂൺ അളവിൽ എള്ളും കൂടി ചേർത്ത് ഇളക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഏലക്കപ്പൊടിയും എള്ളുമെല്ലാം ശർക്കരപ്പാനിയും മറ്റുമായി നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ശേഷം ശർക്കരപ്പാനി കുറച്ചുകൂടി ഒന്ന് കുറുകി നമ്മൾ ഈ മിക്സ് ചെയ്യാനെടുത്ത ആ ഒരു കരണ്ടിയിൽ നന്നായിട്ട് തന്നെ ഒട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷവും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ തേങ്ങയിലെ ആ ഒരു ജലാംശമെല്ലാം മാറി ഉലുവ വിളയിച്ചത് ചെറിയ തോതിലൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തേങ്ങ ഡ്രൈ ആയി പോകാനും അതുപോലെ ശർക്കരപ്പാനി കുറുകി സെറ്റായി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാത്രത്തിലെ ചൂടേൽപ്പിച്ച് മാത്രം തേങ്ങയിലെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വറ്റിച്ച് കളയാം. അങ്ങനെ ഇന്നത്തെ കർക്കിടകം സ്പെഷ്യൽ ഉലുവ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.